ഞങ്ങൾ പോകുന്നത് ഒരു ഫാദേഴ്സ് ഡേ ഡിന്നറിനായിട്ടാണ് കേട്ടോ. ഇത് കുട്ടികളുടെ ട്രീറ്റാണ്. അപ്പോൾ ഞങ്ങൾ പോയത് ഒരു മിഡിൽ ഈസ്റ്റ് ക്യാൻറ്റീനിലാണ്. ഈസ്റ്റ് ടീ ക്യാൻ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. കുറച്ച് ഡിഫറെൻ്റാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് അടിപൊളി കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതിന് മുമ്പ് ഒരുപാട് നാളിന് മുമ്പാണ് വന്നത്. അങ്ങനെ എപ്പോഴും വരാറില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വിളിച്ച് വന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ലേറ്റായിട്ടാണ് വിളിച്ചത് അവരെ. കാരണം സീറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും എന്നറിയാമായിരുന്നു. അങ്ങനെ വിളിച്ചപ്പം അവർ വരാൻ പറഞ്ഞു സീറ്റുണ്ടെന്ന്. അങ്ങനെ ബുക്ക് ചെയ്ത് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ട്ഡോർ പോലെ ഉള്ള സ്ഥലത്താണ് കിട്ടിയത്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചെറിയ കാറ്റും തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അകത്ത് തന്നെ പക്ഷേ ഒരു ഓപ്പൺ ഏരിയയിൽ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു മെനു ഒക്കെ കൊണ്ട് തന്ന് അങ്ങനെ അതൊക്കെ നോക്കിയാണ് ഇവിടെ ഓർഡറിനായിട്ടുള്ളത്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ ഒന്നും അന്ന് ഒട്ടും പോപ്പുലർ അല്ലായിരുന്നു. അതൊക്കെ വിദേശ രാജ്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നാട്ടിലുള്ളവരെല്ലാവരും ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പോപ്പുലർ ആയ സമയത്ത് അച്ഛൻ എന്നെ വിട്ട് പോയിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഒരു ഫാദേഴ്സ് ഡേ വിഷ് ചെയ്യാനോ ഒരു ട്രീറ്റൊക്കെ കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ആദ്യത്തെ ഒരു പിന്നെ റൊട്ടിയും പിന്നെ ഹമൂസൊക്കെ കൊണ്ടുവന്ന്. ഹമൂസ് തന്നെ ഒരു 4 വെറൈറ്റി ഹമൂസാണ്, ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ളതാണ് കൊണ്ടുവന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ സെക്കൻഡായിട്ട് ഞങ്ങൾ പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ എല്ലാം കബാബൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കബാബ്, പിന്നെ പിക്കിൾ, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ്, പിന്നെ കുറേ ഫ്രൈസ്, പിന്നെ കുറച്ച് റൈസ്, ഇതെല്ലാം ആണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ വലിയ ആളും ഇല്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി ഫുള്ളായി. വെറുതെ ഒരു ചെറിയൊരു ഔട്ടിംഗ് പോലെ പോയി ഒന്ന് കഴിച്ചൊക്കെ വന്നതാണ്. അതെ, അങ്ങനെ ഒരു ചെറിയൊരു ഫാദേഴ്സ് ഡേ പിന്നെ ഡിന്നറെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി. അപ്പം കുട്ടികൾ നിർബന്ധിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വലുതായപ്പം അവരാണ് ഈ ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ഒക്കെ അവരാണ് പിന്നെ ഇങ്ങനെ ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഏതാണ്ട് 10 ആകാറായി. പക്ഷേ നല്ല വെളിച്ചമായിരുന്നു. ഇന്ന് ഡേ ലൈറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സുന്ദരമായ കാഴ്ച കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വക എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ.